പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ലോകചരിത്രത്തിൽ ഇതേവരെ പ്രതിപാദിക്കപ്പെടാൻ മറക്കപ്പെട്ടു പോയ എല്ലാ സാർവജനീനമായ അത്ഭുതത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ വേദഗ്രന്ഥമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട തെളിവേടെന്നറിയോ? അത് 21ാം നൂറ്റാണ്ടെത്തിയിട്ടും ഖുർആൻ വെല്ലുവിളിച്ചൊരായത്തിന് പകരം ഒരായത്ത് കൊണ്ടുവരാൻ സാധിക്കാത്തത് മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആനിന്റെ അമാനുഷികത ഏതെന്നറിയോ? നമുക്കെല്ലാവർക്കും അറിയുന്ന, നിത്യമായി നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന്റെ ഖുർആൻ ഏതെന്നറിയാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചിന്തിക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ അബൂ ഖുബൈസിന്റെ മുകൾ ഭാഗത്ത് കയറി നിന്നിട്ട് മക്കാ ഖുറൈശികളോട് പറഞ്ഞുവല്ലോ, മക്കക്കാരെ, നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുക. ആ സമയത്ത് പ്രവാചകന് നേരെ അബൂ ലഹബ് എന്ന എതിരാളി ശപിച്ച വാക്കാണ് തബ്ബല്ലക യാ മുഹമ്മദ്. ഓ മുഹമ്മദ്, നിന്റെ രണ്ട് കൈകളും നശിച്ചു പോകട്ടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ലഹബിനെ വിമർശിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങി. തബ്ബത് യദാ അബീ ലഹബി വതബ്ബ മാ ഗനാ ലഹു മാലുഹു വമാ കസബ സയസ്ലാ നാരൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്തിന്റെ അത്ഭുതത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂ ലഹബിന്റെ രണ്ട് കൈകൾ നശിച്ചു പോകട്ടെ. മാത്രമല്ല വംറഅതുഹു, അവന്റെ ഭാര്യയായ ഉമ്മു ജമീല. ആ ഉമ്മു ജമീലയും അബൂ ലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും സയസ്ലാ നാറാ, അവര് നാളെ നരകത്തിൽ പോകാനുള്ളവരാ. ശ്രദ്ധിച്ച് കേൾക്കണേ. അബൂ ലഹബിനെയും ഭാര്യ ഉമ്മു ജമീലയെ കുറിച്ചിട്ട് അള്ളാഹു വിധി എഴുതുകയാ. സയസ്ലാ നാറാ, അവര് രണ്ടുപേരും നാളെ നരകത്തിൽ പോകാനുള്ളവരാ. എങ്ങാനും അബൂ ലഹബും ഭാര്യ സ്വർഗത്തിൽ പോകാൻ അവകാശികളായാൽ അതോടെ അള്ളാഹുവിന്റെ ഖുർആൻ തകർക്കപ്പെടുകയില്ലേ? അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഖുർആനിനെ പരാജയപ്പെടുത്താൻ തന്ത്രങ്ങൾ മെനയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അബൂ ലഹബ് വെല്ലുവിളിക്കണ്ട, അബൂജഹലും കൂട്ടരും ഉറക്കമളക്കണ്ട. യഥാർത്ഥത്തിൽ അബൂ ലഹബും ഭാര്യ ഉമ്മു ജമീലയും പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 24 അക്ഷരമെങ്ങാനും പറഞ്ഞാൽ അതോടെ ഖുർആൻ പിന്നെ ചരിത്രത്തിന്റെ ചവട്ടുകൊട്ടയിലേക്ക് പോവുകയാ. കാരണം ഖുർആൻ പറഞ്ഞത് സയസ്ലാ നാറാ, ഇവര് രണ്ടുപേരും നരകത്തിലാണെന്നല്ലേ. ഖുർആനിനെ പരാജയപ്പെടുത്താൻ അബൂ ലഹബും ഭാര്യ ഉമ്മു ജമീലയും കൂടി വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെങ്ങാനും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതോടെ ഖുർആന്റെ പ്രവചനം തെറ്റി. അവര് രണ്ടുപേര് സ്വർഗത്തിന്റെ അവകാശികളായി. ഖുർആൻ പറഞ്ഞതോ സയസ്ലാ നാറാ. പരാജയപ്പെടുത്താൻ ലോകത്തിന്റെ ബുദ്ധിരാക്ഷസന്മാര് തന്ത്രം മെനയുമ്പോ പ്രതിയോഗികളായ ഒരാളുടെ നാവിൻ തുമ്പത്തിലെ 24 അക്ഷരം തെളിഞ്ഞു പോയാൽ ഈ ഗ്രന്ഥം തകർക്കപ്പെടുമെന്നിരിക്കെ അതൊന്ന് പറയാൻ അവസരം കിട്ടാതെ, അതൊന്ന് പറയാൻ മനസ്സിൽ തോന്നിക്കാട് ലോക ചരിത്രത്തിന്റെ അത്ഭുതമായി അല്ലാഹുവിന്റെ ഖുർആൻ നിലനിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാകാത്തതുണ്ട്. സ്വാമി നമ്മോട് പറയുന്നു, 3 സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ. 3 സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ. ഇല്ല 3 സൂറത്തുകൾ പാരായണം ചെയ്യണ്ട. ഇന്നലെ ബഹുമാനനായ നമ്മുടെ മഹീമന്നാര് പ്രസംഗിച്ചതുപോലെ ലോകം എഴുതി കളഞ്ഞു പോയൊരു മനുഷ്യന് എന്ന 2 ആയത്ത് കേട്ടപ്പോ ആ ആയത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഈ ലോകത്തിന്റെ മുമ്പിൽ എല്ലാം തകർന്നു
കടന്നുപോയ ലോകത്തിന് മുമ്പിൽ, എല്ലാം പടച്ചുപോയ ലോകത്തിന് മുമ്പിൽ എല്ലാം ജീവിതമാണ് വലുതെന്ന് കരുതിയ, ജീവിതമാണ് വലുതെന്ന് കരുതിയ, ആറടി മണ്ണിലേക്ക് നാളെ പോയി കിടക്കണമെന്ന ബോധമില്ലാതെ ജീവിതത്തിന്റെ അടുക്കുചാലുകളിലൂടെ നടന്നുപോയ മാനവലോകത്തിന് ഏറ്റവും വലിയ വഴികാട്ടിയായി മാറിയ, 6-ാം നൂറ്റാണ്ടിന്റെ ഇൻസ്പിറേഷനായി മാറിയ, 6-ാം നൂറ്റാണ്ടിന്റെ ഇൻസ്പിറേഷനായി മാറിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു കൊടുത്തതാ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ, ഈ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും, ഈ ഹൃദയം എപ്പോഴും തുരുമ്പ് പിടിക്കും, കമാ തസ്ദഉൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് പിടിക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഉപാധി പറഞ്ഞതാ നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിന്റെ ഇൻസ്പിറേഷൻ, ജീവിതത്തിന്റെ ഇൻസ്പയർ ഏതെന്നറിയോ? ഇൻസ്പയർ 2016 സമാപനം കുറിച്ചുകൊണ്ട് അതേ വാക്ക് തന്നെ ഞാൻ പറയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ തെമ്മാടി കൂട്ടങ്ങളായിരുന്ന അഹിയാനന് നജുറു ഇലാ അഖീരാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാനാ, ഞങ്ങൾ ഒരു ദിവസം നന്നാവില്ലെന്നും വാശിയോടെ പാടിക്കൊടുത്തവരോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിന് വഴിത്തിരിവുണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് കഴിയൂ. ഒന്നേരെന്നറിയോ? ദിക്റുൽ മൗതി, മരിക്കുമെന്നുള്ള ബോധമുണ്ടാവുക. ഇൻസ്പയർ 2016 ഞാൻ തലക്കെട്ട് വിശദീകരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ കഴിയൂ. ഒന്ന് ദിക്റുൽ മൗതി, മരിക്കുമെന്നുറപ്പിക്കുക, മരിക്കുമെന്നുറപ്പിക്കുക. എപ്പോഴാണ് മരണമെന്ന് പറയാൻ കഴിയില്ല. പരവൂര് പുച്ചിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട അപകടം നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ഞങ്ങൾ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ അവിടുത്തെ തദ്ദേശവാസികള് ഞങ്ങളോട് വിവരണം നടത്തിയതാ. അവിടെ ചെല്ലുമ്പോ പടക്കപ്പുറയ്ക്ക് തീ പിടിച്ച് ആ പടക്കപ്പുറയിൽ സൂക്ഷിച്ചിരിക്കുന്ന അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ള പദാർത്ഥങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് 10,000-കണക്കിന് ആളുകളെ കണ്ടുകൊണ്ട് നിൽക്കുകയാ. ഒരാൾ പറഞ്ഞതേടെന്നറിയോ? ഏത് സമയത്താണ് ദുരന്തം വരുതെന്നറിയോ? പ്രിയപ്പെട്ട ദൈവത്തിന് പ്രീതി അർപ്പിക്കാൻ തിരുമുൽക്കാഴ്ചയുമായത് അയാൾ ആ സംഭവ സ്ഥലത്ത് വന്നിട്ടില്ല. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലേക്ക് കോൺക്രീറ്റ് വീഞ്ഞ് സ്ഫോടനത്തിന്റെ ശക്തിയിൽ പാഞ്ഞു വന്ന് അത് നേരെ വന്ന് റോഡിലിടിച്ച്, ആ റോഡിലിടിച്ചിട്ട് പിന്നെ നേരെ എതിർവശത്തുള്ള കടയുടെ ഷട്ടറിൽ പോയിടിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ചു വന്ന് ബൈക്കിന്റെ പുറകിലോട്ട് കയറാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ തല തകർത്തുകൊണ്ട് ചിതറിത്തെറിച്ചു പോകുമ്പോ സ്ഫോടനം നടന്നതിന്റെ തൊട്ടടുത്ത് നിന്നവന് മരണം വരുന്നതിന് മുമ്പ് 3 മിനിറ്റ് മുമ്പ് ഒഴിവാക്കിയിട്ട് മരണത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ കിടക്കുന്നവനെ മരണത്തേക്ക് മാടി വിളിച്ച ആളാരാ? ആണ് മരണം വരണമെന്ന് പടച്ചറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്തുകയില്ല, ഒരു നിമിഷം പോലും മുന്തുകയുമില്ല. ഏത് സമയത്തും മരണം നിന്റെ അടുക്കലോട്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പരവൂര് വെടിക്കെട്ട അപകടം പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുകയല്ല, നിങ്ങളെ മരണത്തെ കുറിച്ച് പേടിപ്പിക്കുകയല്ല. അപകടത്തിൽ മരിച്ച് അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവരുണ്ട്, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. വേദന കൊണ്ട് നിലവിളിക്കുന്നവന്റെ ജാതി നോക്കുന്നവൻ മനുഷ്യനല്ല. അവിടെ എന്ത് ജാതിയാണുള്ളത്, അവിടെ എന്ത് വർഗമാണുള്ളത്, അവിടെ എന്ത് ഭാഷയാണുള്ളത്? പക്ഷേ ഞാൻ നിങ്ങളോട് പറയാ, എന്റെ പ്രിയപ്പെട്ട
എന്റെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഏത് സമയത്തും മരണം ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ ജ്വലിച്ചു നിൽക്കുമ്പോ എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാതെ കടന്നു വരുമ്പോ, മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു, ഒരു കാമുകിയായി ഞാൻ നിന്നിലലിയുന്നു. മരണമേ നീ എത്ര സുന്ദരിയാണെന്നോ, വിരൂപനാമെന്നെ നീ എന്തിനു മോഹിച്ചു. മരണമേ നീ എന്നെ മാടി വിളിക്കുന്നുവോ, നീ എന്റെ ജീവിതത്തിലേക്ക് പടന്നു കയറുന്നുവോ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പേടിപ്പിക്കുകയല്ല. ഏത് സമയത്ത് അസറായിൽ വന്നാലും മരണദൂതനെ കണ്ട് പേടിക്കുന്നതെന്തിനാ? മരണദൂതനെ ഏറ്റവും വലിയ കാമുകനാക്കി മാറ്റാൻ പ്രണയമെന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരവുമായി കൂട്ടിച്ചേർത്ത് പ്രണയമാണെല്ലാം വലുതെന്ന് കരുതുന്ന ആധുനിക ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട്, ആധുനിക ന്യൂ ജനറേഷനോടാണ് പറയാ, പുതിയ ലോകത്തിന് ലോകമിട്ട് കൊടുത്ത പേരാണ് ന്യൂ ജനറേഷൻ, പുതുതലമുറ. എന്താണ് ന്യൂ ജനറേഷൻ എന്നറിയുമോ? അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ ബ്രോയിലർ കോഴിയെ പോലെ തിന്നുതടിച്ച് KFCയും കെൻഡക്കിയും ബർഗറും മാത്രം തിന്നുപടിച്ച് രാവിലെ എഴുന്നേറ്റാലുടനെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസിന്റെ GB നോക്കിയിട്ട് 1 GB താഴെയാണെങ്കിൽ ആശങ്കയോടെ നടന്ന് പാതിരാ സമയമാകുമ്പോ ആരാണ്ട് മടിക്കുത്തിന് പിടിച്ചിട്ടാണെങ്കിലും മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ലോകം തലയിണയിലെ കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോ ലോകത്തിന്റെ അശ്ലീലതകളും അസ്വാരസ്യങ്ങളും എന്റെ കിടപ്പുമുറിയുടെ 4 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് എല്ലാം കണ്ടും കൊണ്ടും അനുഭവിച്ചും അവസാനം തളർന്ന് വിരിച്ചു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തല കുനിച്ചു വെച്ച് മയങ്ങിക്കിടന്നുറങ്ങുന്ന, വർഷങ്ങളായി സുബഹിന്റെ വാങ്ങിച്ച് വീര് കേൾക്കാത്ത മധ്യാഹ്നത്തിലുയരുന്ന എന്റെ പ്രിയപ്പെട്ട പുതുതലമുറയോട് ഏറ്റവും വലിയ പ്രതീക്ഷിക്കേണ്ട കാമുകനാരെന്നറിയോ? അത് മറ്റാരുമല്ല, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. മഹാനായ ഹുദൈഫ പറഞ്ഞതേതെന്നറിയോ? മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയാ, ഹബീബുന ജാഅ ഇലാ ഫാകാ, ഞാൻ എത്ര നാളായി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഒന്ന് നേരിട്ട് കാണാൻ. ഞാൻ എത്ര നാളായി കാത്തിരുന്ന എന്റെ കൂട്ടുകാരനാണ് വരുന്നത്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാണ്, ഹബീബുന ജാഅ ഇലാ ഫാകാ, ഞാൻ കാത്തിരുന്ന എന്റെ കൂട്ടുകാരൻ എന്റെ തലയുടെ മുകളിൽ വന്നല്ലോ. ഇതാണ് മരണം. അസ്റായീലിനെ കണ്ടിട്ട് പേടിക്കുകയല്ല, വിഷമിക്കുകയല്ല. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അത്രേ, ഹബീബുൻ ജാഅ ഇലാ ഫാകാ, ഞാൻ ഇത്രയും നാള് കാത്തിരുന്ന ആൾ എന്റെ തലയുടെ മുകളിൽ വന്നല്ലോ. ലാ അഫ്ലഹ മൻ നദിം, അസ്റായീൽ വരുമ്പോ ഖേദിക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് മരണമെന്ന് പറഞ്ഞാൽ പേടിയാ, അസ്റായീൽ വരുന്നു എന്ന് പറഞ്ഞാൽ പേടിയാ. പക്ഷെ അവരങ്ങനെയല്ല. ജീവിതത്തിൽ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയപ്പോ അവർ ജീവിതത്തെക്കാൾ മരണത്തെ പ്രതീക്ഷിച്ചു നിന്നു. എന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവര് പറഞ്ഞു, ഹബീബുൻ ജാഅ ഇലാ ഫാകാ, ഞാൻ എന്റെ ജീവിതത്തിൽ കാണാൻ കൊതിച്ചു നിന്ന, എത്ര നാളായിട്ടൊന്ന് കൊതിക്കായിരുന്നു അസ്റായീലെ കാണാൻ. എന്റെ ഹൃദയത്തിൽ ചിന്ത മുഴുവനും നിന്നെ കുറിച്ചായിരുന്നല്ലോ, നീ ഇപ്പോഴാണല്ലോ വന്നത്. ഭാര്യയോട് പറഞ്ഞു, വാതിൽ തുറന്നുകൊണ്ട് ഹബീബ്, എന്റെ ഹബീബ് വരുന്നു. അള്ളാഹു നമുക്ക് മരണത്തെ അങ്ങനെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. മരിക്കില്ല എന്ന് പറയുന്ന ഒരാളും ലോകത്തുണ്ടാവില്ല. മരിക്കും എന്നുള്ള കാര്യം ഏതായാലും ഉറപ്പാ. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പാക്കേണ്ട കാര്യം എന്താ? മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കാൻ കഴിയാ. ഈ ഒരു ചിന്തയുണ്ടായാൽ ഹൃദയത്തിന്റെ ഈ പൂട്ടുകൾ മുഴുവൻ തുറക്കപ്പെടും. അള്ളാഹു മരിക്കുമ്പോൾ നല്ലവനായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഒരാൾക്കും മരിക്കും ഉറപ്പുണ്ടെങ്കിൽ, നാളെ പള്ളിക്കാട്ടിൽ മലന്ന് കിടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചിരിക്കണം. എത്ര കാര്യം? 4 കാര്യം ജീവിതത്തിൽ പാടെ ഒഴിവാക്കുകയും ചെയ്യും. നാളെ മരിക്കും ഉറപ്പുണ്ടെങ്കിൽ, ഇനി അതൊന്നും ഇല്ല, ഞാൻ കഴിക്കണ മരുന്നുകൊണ്ട് അവസാനം വരെ പോകുമെന്നാണ് ഉറപ്പെങ്കിൽ പിന്നെ ചെയ്തിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല.
നാളെ മരിക്കും. ആറടി മണ്ണിൽ എന്നെ അടക്കും. എന്റെ മാതാപിതാക്കൾ എന്നേക്കാൾ മുമ്പിലൂടെ പോയവർ അവരുടെ മുമ്പിലൂടെ പോയെടുത്ത് ഞാനും കാരാളികോണത്തെ പള്ളിയുടെ ഖബർ ഒരു ദിവസം എനിക്ക് വേണ്ടി കുഴിക്കപ്പെടും, ഞാൻ അവിടെ അടക്കപ്പെടും എന്ന് ഹൃദയത്തിൽ ഉറപ്പുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ പൂർണ്ണമായി വർദ്ധിപ്പിച്ചിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമീൻ പറയാ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വന്നടാ മാലജി ഉണ്ടോ? ഇല്ലല്ല. 10:30 11:30 ആകുമ്പോൾ നമ്മൾ പിരിയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം സാധാരണ നമ്മൾ അസ്രായിലിനെ പറഞ്ഞ് പേടിപ്പിക്കുക ചെയ്യുക. ഞാൻ ഇവിടെ പേടിപ്പിക്കുകയല്ല, നമ്മൾ സുഖിപ്പിക്കുകയാണ്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു കാമുകനെ പോലെ കണ്ടു. ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുക, എന്താ ഇതുവരെ വരാത്തത്? കാരണം അവർ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. നമ്മളോ മരണത്തിനു വേണ്ടി ഒരുങ്ങുക എന്നതാണ് മരണത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ സ്മരണം. അല്ല നമ്മളിങ്ങനെ നീ മരിക്കും കേട്ടോ, ഞാൻ മരിക്കും കേട്ടോ, ഒരു നാൾ നീയും പൂക്കൂട്ടോ എന്ന് വെറുതെ പറയലല്ല. എപ്പ വന്നാലും ഏത് സമയത്താണ് വരുന്നതെന്നറിയില്ല. എപ്പ വന്നാലും പോകാൻ റെഡിയായിട്ടിരിക്കുക. ഞാൻ ഇപ്പൊ എന്നെ വന്ന് വിളിച്ചാൽ പോകാൻ റെഡിയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ സലാത്ത് പറഞ്ഞാൽ ഞാൻ പറയില്ല. ആള് കുറവോ കൂടുതലോ എന്നൊരു വിഷയമല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ വാങ്ങു പറയാം. എത്ര പേര് വേണം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം അറിയേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിൽ കേടുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല തന്റെ വാപ്പരോഗബാധിതനായ നിറഞ്ഞ സമീപത്തെ കോടി വന്നു. അവിടെ വരുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിലാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല ആ സമയത്ത് 20 വയസ്സാണ് ആയിഷ ബീവിയുടെ പ്രായം. വാപ്പാന്റെ പ്രായം 63 വയസ്സാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ അതേ വയസ്സിലാണ് അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്തായത്. അതിന് കാരണമുണ്ട്. ഒരു ദിവസം വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവാൻ പോവുകയാണ്. അലി റളിയല്ലാഹു തആലവിനെ കണ്ടു. അലിയേ, നിന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ മകൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നില്ലല്ലോ. അലീനെ സമാശ്വസിപ്പിച്ചു. മറുഭാഗത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല നിൽക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, എന്റെ മകളായ സൈനബിനെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നതാണ്. എന്റെ സൈനബ് മരണപ്പെട്ടു പോയി. രണ്ടാമത്തെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഇനിയും നിനക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നു. വാപ്പ വിട പറയുന്നതിന് മുമ്പ് തന്റെ മരുമക്കളോട്, അമ്മായപ്പൻ വിട പറയുന്നതിന് മുമ്പ് മരുമക്കളോട് പറഞ്ഞ വാക്കാണിത്. നിങ്ങളായിരുന്നല്ലോ എന്റെ മകളുടെ ഏറ്റവും നല്ല ഭർത്താവ്. എനിക്ക് ഇനിയും പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ, നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോ വലതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടതു ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. രണ്ടുപേരുടെയും ചുമലുകളിലൂടെ തന്റെ റിസാലത്തിന്റെ ഇരു കരങ്ങൾ എടുത്ത് വെച്ചിട്ട് വലത്തെ കൈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലിട്ടു, ഇടത്തെ കൈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലിട്ടു. എന്നിട്ട് രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് ഇതെന്തോ ഒരു വിടവാങ്ങലാണ്. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അവരിരുവരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് വഹകദാ യദ്ഖുലു സുൽത്താനി ഫിൽ ജന്നാ, ഇതേപോലെയാണ് നമ്മൾ 3 പേര് നാളെ സ്വർഗത്തിൽ നിൽക്കുന്ന അബൂബക്കർ. 2 പേരുടെ ചുമലുകളിലേക്ക് തന്റെ
തന്റെ കൈകളിട്ട് വെച്ചിട്ട് ഇതേപോലെയാണ് നാളെ സ്വർഗത്തിൽ നമ്മൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അബൂബക്കറെ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് അതേ രീതിയിലാണ് റൗളയിലും ഖബറിലും കിടക്കുന്നത്. വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ചേർത്ത് പിടിച്ചതുപോലെ ഖബറടക്കിയിരിക്കുന്നത് പോലും റൗളയിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് വഫാത്താകുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പൊട്ടിക്കരഞ്ഞത്, ആയിഷ, എന്റെ അബൂബക്കറും എന്റെ റസൂലുള്ളാഹിയും എന്റെ അബൂബക്കറും കിടക്കുന്നിടത്ത് തന്നെ ഒന്ന് ഖബറടക്കാൻ അവസരം നൽകുമോ? ഇങ്ങനെയാണ് പരലോകത്തിൽ നേട്ടി നിൽക്കേണ്ടത്. അവരുടെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു. 63-ാമത്തെ വയസ്സിലാണ് അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പൊന്നുമോൾക്ക് 20 വയസ്സാണ് പ്രായം. കൊച്ചു പ്രായത്തിലെ വാപ്പ പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പെങ്ങളെ, 20 വയസ്സുകാരി ആയിഷ ബീവി തന്റെ വാപ്പ സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പിടയുമ്പോ 20 വയസ്സുകാരി പെണ്ണെ ലലനാമണി ആയിഷ റളിയല്ലാഹു അൻഹ വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വാപ്പാ, എന്റെ വാപ്പ മരണപ്പെട്ടു പോയാൽ എന്റെ വാപ്പയ്ക്ക് പകരം വെക്കാൻ ഇനി ഒരാൾ ലോകത്തില്ലല്ലോ വാപ്പാ. എന്റെ വാപ്പക്ക് പകരം വെക്കാൻ ഇനി ഒരാൾ ലോകത്തില്ലല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല മകളോട് പറഞ്ഞു, മകളെ, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. പിന്നെന്താണ് പറയേണ്ടത് വാപ്പാ? സക്കറാത്തിൽ കിടക്കുന്ന വാപ്പ ചാരത്തിരുന്ന് പൊട്ടിക്കരയുന്ന 20 വയസ്സുകാരിയോട് പറയാണ്, വജാഅത സക്കറത്തുൽ മൗതി ബിൽ ഹഖ് അദാലിക മാ കുന്ത മിൻഹു തഖീദ്. അല്ല പറഞ്ഞത് അങ്ങനെയല്ലേ, മരണം വന്നു. ആ മരണം നിന്നെ പിടികൂടാതിരിക്കാൻ നീ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓടി ഒളിച്ച് മരണം വന്നു ആയിഷ എന്ന് പറയാ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹാ വിട പറയുന്ന വാപ്പാന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടിയത്രേ, വാബിയലു യുസ്തസ്കൽ ഗമാമു ബിവജ്ഹി ഹിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിനി. ഇതുപോലൊരു മരണം നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ പറയാണ്, നമ്മുടെ കുടുംബത്തിന്റെയും വിട പറയലുകൾ ഇങ്ങനെയാവണം. വാപ്പ പോയാലും മകളോട് സന്തോഷ വാർത്ത പറഞ്ഞിട്ട് പോകണം. മകളാണ് നേരത്തെ പോയതെങ്കിൽ വാപ്പയോട് പറഞ്ഞിട്ട് പോകണം. ഖബറിലേക്ക് പോയാലും പിന്നെ നമുക്ക് വിഷമമില്ലല്ലോ. എന്റെ വാപ്പ കരിമ പറഞ്ഞിട്ടാണ് മരിച്ചത്, എന്റെ ഉമ്മ കരിമ പറഞ്ഞിട്ടാണ് മരിച്ചത്, എന്റെ വാപ്പ വുദൂഇന്റെ അവസ്ഥയിലാണ് മരിച്ചത് എന്ന് സമാധാനത്തോടെ പറയാൻ. എന്റെ വാപ്പ നിസ്കാരത്തിലാണ് മരിച്ചത്. ഈ അടുത്ത സമയത്ത് ആലങ്കോടുള്ളൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഉസ്താദേ, 10 മണിക്ക് വാപ്പ വുദൂഎടുത്ത് വെള്ളിയാഴ്ച ദിവസമാ നേരെ പള്ളിയിൽ പോയി. അവിടെ പോകുന്ന വഴിക്കുള്ളവർക്കെല്ലാം സദക്ക കൊടുത്തു. എന്നിട്ട് അവിടെ പോയി പള്ളിയിൽ ഇരുന്നിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതി. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയുടെ പ്രത്യേക സലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പള്ളിയിലെ ഖത്തീബിനെ പോയി റൂമിൽ കണ്ടിട്ട് സദക്ക കൊടുത്തിട്ട് പറഞ്ഞു, ദുആ ചെയ്യണേ. പള്ളിയിലെ മുക്രിക്ക് സദക്ക കൊടുത്തു. എന്നിട്ട് നേരെ വന്ന് മിഹ്റാബിന്റെ ഇമാമിന്റെ തൊട്ടു പുറകിൽ വന്ന് നിന്നു. അവിടെ നിന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കെ ചൊല്ലാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത് ജുമയ്ക്ക് വേണ്ടി വന്ന ആളുകൾ അത്ഭുതത്തോടെ നോക്കവേ സഫിലിരുന്നിട്ട് അദ്ദേഹം ഉറക്കെ പറയാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ആഴ്ചയിലെ ഏറ്റവും വലിയ അഫ്ളലായ ദിവസത്തിന് ബാങ്ക് കൊടുക്കാൻ പള്ളിയിലെ മുഅദ്ദിന് ബാങ്ക് ജുമയുടെ ബാങ്ക് തുടങ്ങി. ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അദ്ദേഹം സഫിലേക്ക് വലതുവശത്തേക്ക് മറിഞ്ഞു വീണു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണമല്ല പാഠം തരേണ്ടത്, ജീവിതമല്ല പാഠം തരേണ്ടത്, മരണമാണ് പാഠം തരേണ്ടത്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ മരിച്ചതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണീര് പോയിട്ടില്ല. കാരണം സാലിഹീങ്ങളും ഔലിയാക്കളും മരിച്ചതുപോലെ ഞങ്ങളുടെ നാടൻ കാക്കയായിരുന്നു. ഞങ്ങളുടെ വാപ്പ മരിച്ചല്ലോ എന്ന സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്നിച്ചൊരു വീട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി മക്കളുമായി താമസിച്ച് ഒരു ദിവസം
ഇസ്രായേൽ ആരും അറിയാത്തവനെ പോലെ കടന്നു വന്ന് നമ്മളിൽ ഒരാൾ, അത് നമ്മുടെ ഭാര്യയായിരിക്കാം, അത് നമ്മുടെ ഭർത്താവായിരിക്കാം, കെട്ടിപ്പിടിച്ച് നമ്മുടെ മുത്തി വളർത്തിയ നമ്മുടെ മക്കളായിരിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചിട്ട് പള്ളിയുടെ മുമ്പിലൂടെ റോഡിലേക്ക് വരുമ്പോ 6 അടി മണ്ണിലേക്ക് അവസാനിച്ചിട്ട് തിരിച്ചു പോകുമ്പോ വീട്ടിലിരിക്കുന്ന നമുക്ക് പള്ളിക്കാറ്റിനടക്കപ്പെട്ടവന്റെ കഥയറിയാതെ വീട്ടിലിരുന്ന് കരയുമ്പോ ആ സമയത്ത് ആശ്വസിക്കാനുള്ളതെന്താ? ഏറ്റവും നല്ല മരണമാണ് എന്റെ പിതാവിന് കിട്ടിയത്, ഏറ്റവും നല്ല മരണമാണ് എന്റെ ഭാര്യക്ക് കിട്ടിയത്, ഏറ്റവും നല്ല മരണമാണ് എന്റെ പൊന്നുമോന് കിട്ടിയത്. ആയിഷ റളിയല്ലാഹു തആല വാപ്പാന്റെ ചാരത്ത് നിന്ന് പാടാൻ തുടങ്ങി. വാപ്പാ വാപിയലു യുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹി റിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിലി. വാപ്പാ നിങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴാണല്ലോ മഴയാകാശത്ത് പെയ്തത്. റിമാലുൽ യതാമാ നിങ്ങൾ അനാഥകളുടെ സംരക്ഷകനായിരുന്നുവല്ലോ. ഇസ്മത്തുൽ അറാമിലി പാവപ്പെട്ട വിധവകളെ നിങ്ങൾ സംരക്ഷിച്ചിരുന്നുവല്ലോ എന്ന് പാടിയപ്പോ ഹബീബായ റസൂലുള്ളാഹിയുടെ കൂട്ടുകാരൻ അവിടെ കിടന്ന് പറഞ്ഞു, മോളെ അതെന്നെ കുറിച്ച് പറയേണ്ടതല്ല, അദാക റസൂലുള്ളാഹ്, ഇതല്ലാന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മോളെ ഒരു ചെറിയ തുണിയെടുത്തിട്ട് എന്നെ മുഖവും ശരീരവും ഒന്ന് മൂടുമോളെ. മകള് തുണിയെടുക്കാനോട് കൂടെ നിന്നവർക്ക് മനസ്സിലായി മരണവെപ്രാളത്തിലാ. ആളുകൾ ചോദിച്ചു, അബൂബക്കർ എന്നവര് ഞങ്ങളൊരു വൈദ്യനെ വിളിച്ചിട്ട് വരട്ടെ, രോഗം കലശലാകുന്നുവല്ലോ, സക്കറാത്ത് പിടികൂടുന്നുവല്ലോ, മരണത്തെ മുന്നിൽ കാണുന്നുവല്ലോ, ഞങ്ങളൊരു വൈദ്യനെ വിളിച്ചിട്ട് വരട്ടെ. മോള് പുതപ്പിക്കാൻ വെള്ളത്തുണി എടുക്കാനോടി. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അടുത്ത് നിന്നവരോട് പറഞ്ഞു, വൈദ്യൻ വന്നിട്ട് ചികിത്സിച്ചിട്ട് പോയല്ലോ. ഇതൊന്നും ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. വൈദ്യം വന്ന് ചികിത്സിച്ചിട്ട് പോയല്ലോ. ഒരു വൈദ്യം വന്ന് പരിശോധന കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞു. അവർ ചോദിച്ചു, വൈദ്യം വന്നുവെന്നോ? എന്നിട്ട് പരിശോധിച്ചിട്ട് ആ വൈദ്യൻ എന്താണ് പറഞ്ഞിരുന്നത്? ഗുഹയിലെ 2ാമത്തെ കൂട്ടുകാരന്റെ ആക്കിവത്താണിത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈദ്യം വന്ന് എന്നെ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു അത്രേ, ഇന്നി ഫഅലുന ലിമാ ഉരീദ്, ഇന്നി ഫഅലുന ലിമാ ഉരീദ്, ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അതനുസരിച്ച് നിന്നോട് ഞാൻ പ്രവർത്തിക്കും. നീ എന്റെ അടുക്കലേക്കല്ലേ വരുന്നത്, എന്നെ മുമ്പിലല്ലേ നിന്നെ പരിശോധനയ്ക്ക് കിടത്തുന്നത്. അന ഫഅലുന ലിമാ ഉരീദ്, ഞാൻ എന്ത് തീരുമാനിക്കുന്നുവോ അതനുസരിച്ച് നിന്നോട് പ്രവർത്തിക്കുമടാ എന്ന് പരിശോധിച്ച അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടാണ് വിട്ടത്. ആ മലക്കെന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഇത് പറയേണ്ട താമസം സഹാബത്ത് പൊട്ടിക്കരയവേ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ തുണിയുമായി ഓടി വന്നു. 20 വയസ്സുകാരി മോള് വാപ്പാന്റെ കയ്യിലേക്ക് തുണി മുഖവും ഉടരുമങ്ങ് മൂടി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖമങ്ങ് മൂടിയപ്പോ സഹാബത്ത് പറഞ്ഞു, മഹാനവറുകളെ നിങ്ങൾ വിട പറഞ്ഞു പോവുകയല്ലേ? ഔസിനി യാ ഹബീബല്ലാഹ്, ഔസിനി യാ ഹബീബ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ, പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് എന്തെങ്കിലും ഒരു സതുപദേശം പറഞ്ഞിട്ട് പോകണേ. മഹാനവറുകൾ പറയാൻ തുടങ്ങി, ഇന്നല്ലാഹ ഖദ് ഫതഹ ലക്കും ദുനിയാ, അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവിനെ വിശാലമാക്കി തരും. അല്ലാഹു നിങ്ങൾക്ക് എത്ര പരീക്ഷണങ്ങൾ തന്നാലും ഒരു ദിവസം ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് വിശാല
വിശാലമാക്കി തരും. പക്ഷേ ആഖിറം ഇടുക്കമാകാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണേ എന്നിട്ട് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, മഹാനവറുകളെ, ആഖിറം ഇടുക്കമാവാതിരിക്കാണമെങ്കിൽ, ഖബർ ഞെരുങ്ങാതിരിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണേ എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ 4 വിലപ്പെട്ട സതുപദേശങ്ങൾ കൊടുത്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ വിരലടച്ച് ആയിഷ ബീവി മുഖത്തെ തുണിയെടുത്ത് മാറ്റുമ്പോ പൂർണ്ണചന്ദ്രന്റെ പുഞ്ചിരി പോലെ മുഖത്തൊളിപ്പിച്ചിട്ട് റൂഹ് വിട പറഞ്ഞിട്ട് ജീവിച്ചിരുന്നതിനേക്കാൾ വലിയ സൗന്ദര്യത്തോടെ കിടക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിട പറയൽ. എല്ലാം പറഞ്ഞു, ഉറപ്പിച്ചു, അള്ളാഹുവിന്റെ ദൂതനെ കണ്ടു, കൊടുക്കാനുള്ള ഉപദേശം കൊടുത്തു, പോയി.